നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിനെ വിമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അത് നമ്മുടെ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയ ഒരു ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ രാജ്യം അയാൾക്കൊരു ആപത്തുണ്ടെന്ന് പറഞ്ഞാൽ ഓടിയെത്തും. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ന്യൂനതയാണോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉയർത്തുന്നുണ്ട്. ചിലപ്പോൾ ന്യൂനതയാണ് എന്ന് പല ആൾക്കാരും പറയുമ്പോൾ ഒരിക്കലും അത് അങ്ങനെയല്ല എന്നും വേറെ ചില ആൾക്കാരും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാൻ വിഷയം എടുത്തു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറിയപ്പോൾ ഇന്ത്യ ഒരിക്കലും അവരുമായി ചർച്ച നടത്തരുത് എന്നാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആഗ്രഹിച്ചത്. പല ആൾക്കാരും താലിബാനെ നഖശികാന്തം എതിർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ചർച്ച നടത്താതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് നാളെ ഐസിസ് അവിടെ കീഴടക്കിയാൽ അല്ലെങ്കിൽ ചൈന വന്ന് കീഴ്പ്പെടുത്തിയാൽ അതിൻ്റെ വലിയ ആഘാതം ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് അവരുമായി ഇന്ത്യ രഹസ്യമായിട്ടുള്ള ബന്ധം പുലർത്തി ചർച്ച നടത്തി പ്രതിരോധ വകുപ്പ് എന്താണോ തീരുമാനമെടുക്കുന്നത് അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യൻ ജനതയുടെ കടമ എന്ന് പറയുന്നത്. അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. എന്തായാലും അവർ ചെയ്യുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി അവിടെ താലിബാനുമായിട്ട് ചർച്ച നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തു, അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം, കുടിവെള്ളം എല്ലാം കൊടുത്തു. ഇപ്പോൾ താലിബാൻ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനിൽ നിരന്തരം കലാപമാണ്, അതിന് പിന്നിൽ താലിബാനാണ്. താലിബാനാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനയും ഇറക്കുന്നുണ്ട്. ഇതുപോലെ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ക്രൂ അംഗങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ നാവികസേന വൈദ്യസഹായം നൽകി എന്നുള്ളതാണ്. ഇന്ത്യൻ നാവികസേന അതിലൂടെ ഉദാരത കാണിച്ചു എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മധ്യ അറേബ്യൻ കടലിൽ ഒമാൻ തീരത്ത് ഒരു മത്സ്യബന്ധന ബോട്ടിൽ എഞ്ചിൻ നന്നാക്കുന്നതിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് ഒരു പാകിസ്ഥാൻ ക്രൂ അംഗത്തിന് നാവികസേനയുടെ യുദ്ധക്കപ്പൽ വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ഇന്ത്യൻ നാവികസേന ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് എന്നും വരുന്നു. പാകിസ്ഥാൻ മത്സ്യബന്ധന ബോട്ടിലെ ജീവനക്കാർക്കാണ് വൈദ്യസഹായം നൽകിയത്. വെള്ളിയാഴ്ച ഒമാൻ തീരത്ത് ഒരു പാകിസ്ഥാൻ മത്സ്യബന്ധന ബോട്ടിലെ ഒരു ജീവനക്കാരന് ഇന്ത്യയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ത്രികാന്ത് അടിയന്തര വൈദ്യസഹായം നൽകി. ഒമാനി തീരത്ത് ഏകദേശം 350 നോട്ടിക്കൽ മൈൽ കിഴക്കായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ ബോട്ട് അൽ ഒമീദിയോട് വെള്ളിയാഴ്ച ഇന്ത്യൻ നാവികസേനയുടെ INS ത്രികാന്ത് സഹായം തേടി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഈ വിഷയത്തിൽ നാവികസേന പറയുന്നത് അന്വേഷണത്തിൽ എഞ്ചിൻ നന്നാക്കുന്നതിനിടെ ബോട്ടിലെ ഒരു ജീവനക്കാരൻ വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി. ഇറാനിലേക്ക് പോവുകയായിരുന്ന FV അബ്ദുൾ റഹ്മാൻ ഹഞ്ചി എന്ന മറ്റൊരു ബോട്ടിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്നും നമ്മുടെ നാവികസേന പറയുന്നുണ്ട്. ചികിത്സയ്ക്ക് ഏകദേശം 3 മണിക്കൂർ എടുത്തു എന്നും നമ്മുടെ നാവികസേന പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞത്. ത്രികാന്തിനെ അറിയിച്ചപ്പോൾ അത് ഉടനെ തന്നെ അതിൻ്റെ ഗതി മാറ്റി ബോട്ടിലെത്തി സഹായിക്കുകയായിരുന്നു. യുദ്ധക്കപ്പലിൽ നിന്നുള്ള ഡോക്ടർമാരും കമാൻഡോകളും ഒരു മെഡിക്കൽ സംഘത്തോടൊപ്പം ബോട്ടിലെത്തി പരിക്കേറ്റ ആളെ ചികിത്സിക്കാനായി ഏകദേശം 3 മണിക്കൂർ എടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഈ വാർത്ത നമ്മുടെ നാവികസേനയുടെ ഉദാര മനസ്സും വലിയ മഹത്വവും കാണിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.